കഴിഞ്ഞ ദിവസം ഇറാനിലെ ബന്ദർ അബ്ബാസ് പോർട്ടിലുണ്ടായ ആ ഒരു ബ്ലാസ്റ്റ് അതില് 40ഓളം പേർ മരണപ്പെട്ടു എന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 1000ഓളം പേർക്ക് പരിക്ക് പറ്റിയതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഇത് ആര് ചെയ്തു, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അറിഞ്ഞിട്ടും വിടാത്തതാണോ എന്നുള്ളത് അറിയില്ല. എങ്കിലും ഇതിന് പിന്നിൽ ആര് എന്നുള്ള ഊഹാപോഹങ്ങൾ ആ തരത്തിലുള്ള ഒരു ചർച്ച ശക്തമായി തുടരുന്നുണ്ട്. ഈ ഒരു സംഭവത്തെ നമുക്ക് എങ്ങനെ വിശദമാക്കാൻ സാധിക്കും പ്രശാന്ത് സർ? ഇതിനകത്ത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുഖത്താണ്. യുദ്ധം ഔദ്യോഗികമായിട്ട് തുടങ്ങിയെന്ന് ചോദിച്ചാൽ തുടങ്ങിയിട്ടില്ല. അനൗദ്യോഗികമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ വിവിധ പ്രദേശങ്ങൾ അതിന്റെ അലയൊളികൾ ഉണ്ട്. അതായത് പാക് ട്രാക്ടർ പൊട്ടിത്തെറിക്കുന്നു, വിമാനത്താവളം പൊട്ടിത്തെറിക്കുന്നു. പിന്നെ നമ്മുടെ ബോർഡറിലാണെങ്കിൽ വളരെ വലിപ്പത്തിൽ ഇത് യുദ്ധം നടക്കുന്നു. BSF-ഉം അല്ലെങ്കിൽ പാകിസ്ഥാൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഒക്കെ ആയിട്ട് വളരെ കൂടുതലായിട്ട് പാകിസ്ഥാന് നാശനഷ്ടമൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ പാകിസ്ഥാനകത്ത് യുദ്ധം നടക്കുന്നുണ്ട്. അത് പാകിസ്ഥാൻ സമ്മതിച്ചു തരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെയൊക്കെ കസ്റ്റോഡിയൻ ആരാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് ബന്ദർ അബ്ബാസ് തുറമുഖം എന്ന് പറയുന്ന തുറമുഖത്ത് ഇന്നലെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായത്. ഇത് ഇറാന്റെ നേതൃത്വത്തിലുള്ള തുറമുഖമാണ്. ഈ തുറമുഖത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ പാകിസ്ഥാന് യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേസ് ആണ് ഈ തുറമുഖം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൊസാദ് ഈ പറയുന്ന കാശ്മീരിലുണ്ടെന്നും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ളത് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് യുദ്ധസജ്ജമായി അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്നുണ്ടെന്നും ഒക്കെ ഇന്റർനാഷണൽ മാധ്യമം ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൊസാദ് കാശ്മീരിലുള്ളപ്പോൾ ഈ സംശയം വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട്. കാശ്മീരിൽ മൊസാദ് ഉള്ളപ്പോൾ ഈ തുറമുഖത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണെന്നും അതുപോലെ തന്നെ നമ്മളുടെ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ളത് കറാച്ചി തുറമുഖത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇന്നലെ എല്ലാവരും കണ്ടു കാണും, നമ്മളുടെ നേവികളുടെയൊക്കെ അല്ലെങ്കിൽ കപ്പലുകളുടെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ നേവി വളരെ വലിയ വലിപ്പത്തിൽ എല്ലാത്തിനും തയ്യാറാണ്, അതായത് എല്ലാം സജ്ജമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെല്ലാത്തിനും തയ്യാറാണെന്നുള്ള രീതിയിലുള്ള പിക്ചറുകളൊക്കെ വന്നിട്ടുണ്ട്. കറാച്ചി തുറമുഖത്തിനെ ലക്ഷ്യമാക്കി INS വിക്രാന്ത് നീങ്ങുകയും അല്ലെങ്കിൽ മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും നേവിയുടെ ഈ ഒരു തയ്യാറെടുപ്പ് വലിയ വലുപ്പത്തിൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ തുറമുഖങ്ങൾ യുദ്ധം ചെയ്യുന്നതിന് അത് നേവിക്കും എയർഫോഴ്സിനും അടിയന്തരമായിട്ട് അല്ലെങ്കിൽ വളരെ അത്യാവശ്യം വരുന്നതാണ്. യുദ്ധം അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യണമെങ്കിൽ അവർക്ക് ബേസുകൾ വേണം. അപ്പൊ ഇതിനകത്ത് കറാച്ചി തുറമുഖത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കറാച്ചി തുറമുഖമാണ് ഈ പറയുന്ന ചരക്ക് നീക്കങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിലെ തുറമുഖം. ഇത് നേരത്തെ നമ്മൾ യുദ്ധം ചെയ്തപ്പോഴൊക്കെ തകർക്കാൻ നോക്കിയപ്പോ പിന്നെ അതിനകത്തുനിന്ന് ഇന്ത്യ പിന്മാറിയതാണ്. ഇപ്പൊ കറാച്ചി തുറമുഖത്തിലേക്ക് INS വിക്രാന്തും ബാക്കി നേവിയുടെ പടക്കപ്പലുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് നിൽക്കുകയും സമുദ്രത്തിൽ വേണ്ട രീതിയിലുള്ള സംവിധാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തേക്ക് സാധനങ്ങൾ വരുന്നതിനോ അല്ലെങ്കിൽ വേറെ എന്ത് ആവശ്യത്തിനോ കറാച്ചി തുറമുഖം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഇന്ത്യക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോർട്ടാണ്, ഒരു വിമാനത്താവളം പോർട്ടും ഒക്കെ ഉണ്ടല്ലോ. ആ പോർട്ടിന്റെ പേര് ഗദ്ദാർ തുറമുഖം. അവിടോട്ട് പാകിസ്ഥാനും കയറാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ചൈനക്കാർ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ പിൻവലിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അവിടെയും ഈ പാകിസ്ഥാൻ ഇത് വേണ്ട രീതിയിൽ ആ തുറമുഖവും ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഇറാന്റെ കസ്റ്റഡിയിലുള്ള ഒരു പോർട്ടുണ്ട്, അത് ചബ്ബാർ തുറമുഖമാണ്. ചബ്ബാർ തുറമുഖം നമ്മുടെ നിയന്ത്രണത്തിലാണ്. അപ്പൊ അതും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ തുറമുഖം ഉണ്ടല്ലോ, ബന്ദർ അബ്ബാസ് തുറമുഖം, ഈ തുറമുഖത്തിനെതിരെ നേരത്തെ അലിഗേഷൻ ഉണ്ട്. അത് ഈ പറയുന്ന ഇപ്പൊ ഇസ്രായേൽ മാധ്യമങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അവർ ഇതിനകത്ത് പങ്കില്ലെന്ന് പറയുമ്പോൾ പ്രധാന മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ഫോടനം നടന്നു. ഈ സ്ഫോടനം നടന്ന തുറമുഖമാണ് ഈ പറഞ്ഞ ഹൂത്തികളെ സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ തുറമുഖത്തു നിന്ന് ചൈന നേരത്തെ ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി 2 കപ്പലുകൾ അവിടെ അവിടെ യുദ്ധം നടന്ന സമയത്തുണ്ടല്ലോ, പശ്ചിമേറ്റ് യുദ്ധം നടന്ന സമയത്ത് 100ഓളം ഈ മിസൈലുകൾ ഈ ഇസ്രായേലിനെതിരെ വിക്ഷേപിച്ചതൊക്കെ നമുക്കറിയാമല്ലോ ഈ ഇറാനിൽ നിന്ന്. അപ്പം അവർക്ക് വേണ്ട ഈ മിസൈൽ തീർന്നു പോവുക, ഇന്ധനം തീർന്നു പോവുക, അതിന്റെ സംവിധാനങ്ങളൊക്കെ തീർന്നു പോവുക, അത് ചൈനയാണ് സഹായിച്ചത്. ചൈന കൊണ്ടുവന്ന് അവിടെ 2 കപ്പൽ സാധനം ഇറക്കി
ആ സാധനം അവിടെ സ്റ്റോക്ക് ചെയ്തിരുന്നു. അത് ഹൂത്തികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്, ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വളച്ച് ഒടിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ തുറമുഖം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഹൂത്തികളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഹൂത്തികളെ സഹായിക്കുന്ന കാര്യത്തിനകത്ത് ഇറാൻ പിന്മാറണമെന്ന് പറഞ്ഞ് അമേരിക്ക ഇപ്പൊ 2 വട്ടം ചർച്ച നടത്തി കഴിഞ്ഞു. 3-ാം വട്ടം ചർച്ചയാണ്. അതുകൊണ്ട് ഇറാൻ ഇതിനകത്തൊരു ഇതിനകത്ത് ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ച് നിൽക്കുന്നു. അപ്പൊ ഇറാൻ ഇതിനകത്ത് ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. പൊട്ടിത്തെറി എങ്ങനെ ഉണ്ടെന്ന് അറിയുന്നില്ല. അതിനകത്ത് ആരെയും പഴിയേരുന്നതിന് അവർ തയ്യാറായിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലാണോ ഇന്ത്യയാണോ ഇതിനകത്ത് ഈ തുറമുഖത്തിനകത്ത് സ്ഫോടനം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അത് ആരും, ഇന്ത്യ ഒന്നും വേണ്ടിയിട്ടില്ല. ഇസ്രായേൽ ഇതിനകത്ത് ഈ തുറമുഖം എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൂടി ഇന്റർനാഷണൽ മീഡിയയെ അറിയിക്കുന്നുണ്ട്. കാരണം ഈ തുറമുഖം നേരാവണ്ണമുള്ള കാര്യത്തിനല്ല, യുദ്ധത്തിന് വേണ്ടി അല്ലെ ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവിടെ ചൈന ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവരുന്ന ആയുധങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നിട്ടുണ്ട്. ആ ആയുധങ്ങളായിരിക്കും ഒരുപക്ഷെ പൊട്ടിത്തെറിച്ചത്. എന്നാൽ പൊട്ടിത്തെറിച്ചതിനകത്ത് ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ രീതിയിലുമുള്ള പഴുതുകൾ അടക്കിയാണ് ഏതെങ്കിലും രീതിയിൽ. ഇതിനകത്ത് വേറൊരു വലിയ വിരോധാഭാസമുണ്ട്. ഈ ഈ പൊട്ടിത്തെറിക്ക് മുമ്പാണ് ഇറാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒന്ന് ചർച്ച ചെയ്താലോ, പാകിസ്ഥാന്റെ വിഷയത്തിനകത്ത് ഒന്ന് ചർച്ച ചെയ്താലോ, ഞങ്ങൾ അതിനകത്ത് ഇടനിലക്കാരായി നിൽക്കാം എന്ന് പറഞ്ഞ് തീരുന്നതിന് മണിക്കൂറുകൾക്കപ്പുറമാണ് പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറിക്ക് ശേഷം ഇറാൻ ഇന്നലെ സ്വരം മാറ്റിയിട്ടുണ്ട്. ഇത് മര്യാദകളില്ലേ കാണിച്ചത് ഈ പാകിസ്ഥാൻ കാണിച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒത്തിരി ഭീകരവാദികളെ ഉപയോഗിച്ച് രാജ്യത്തെ ആക്രമിക്കാമെന്ന് പറഞ്ഞാൽ ലോകത്ത് മൊത്തം ഭീകരവാദികളെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഭീകരവാദികൾ ഉണ്ട്, അതിനെ പൊട്ടിത്തെറിപ്പിക്കാനുള്ള പ്രോക്സി ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ഈ ഇറാനാണ് ഇപ്പം ഇന്ത്യക്ക് വേണ്ടി തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രസ്താവനകളൊക്കെ നോക്കുമ്പോഴും ഇറാൻ അറിയാം ഇത് ആരാണ് സംഭവിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇറാൻ എങ്ങനെയും അമേരിക്കയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആരോപണം ആരുടെയും പുറത്ത് വെച്ച് ചർച്ചയ്ക്ക് ഒരു വിഘ്നം ഉണ്ടാക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഉള്ള പഴുതുകൾ കൂടി അടയ്ക്കുന്ന ഒരു സമീപനം, അത് ഒരു പക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നായാലും ഒരുപോലെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ത്യക്ക് എന്ത് വിഷയം വന്നാലും അതിനകത്ത് ഇന്ത്യക്കാട്ടിൽ വേദനിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കാട്ടിൽ ഇൻവോൾവ് ആയിട്ട് ആ പ്രതിരോധ ഏർപ്പെടുത്താൻ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പം ഈ തുറമുഖത്തിന്റെ കാര്യം, ഈ തുറമുഖങ്ങൾ ഞാൻ ഈ പറഞ്ഞല്ലോ, 3-4 തുറമുഖങ്ങൾ, ഒന്ന് ബലൂചിസ്ഥാന്റെ കയ്യിൽ, ഒന്ന് കറാച്ചി തുറമുഖം, നമ്മൾ വിചാരിച്ചാൽ ഏത് സമയം ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന തുറമുഖം, പിന്നെ മറ്റേ ഇറാനിലുള്ള വേറെ തുറമുഖമുള്ളത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന തുറമുഖം. ഇപ്പൊ ഈ തുറമുഖം ഇറാന്റെ കയ്യിൽ ഉള്ളതിനകത്ത് അവിടെ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത, ബേസ് മൊത്തം നശിപ്പിച്ചു കളയുന്ന ഒരു സംഭവം. കാരണം അറിയാമല്ലോ, 1000-ഓളം പേര്, ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം നീ പറഞ്ഞ 1000-ഓളം പേര് മരിക്കുകയും ഏതാണ്ട് 1000-ഓളം പേർക്ക് ഇഞ്ചുറിയൊക്കെയും 50-ഓളം പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇതേ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, യുദ്ധം ഔദ്യോഗികമായിട്ട് എന്ന് തുടങ്ങും, അല്ലെങ്കിൽ ഒരു അറ്റാക്ക്, ഡയറക്റ്റ് അറ്റാക്ക്, ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു ആകാശ യുദ്ധം അല്ലെങ്കിൽ യുദ്ധം നേരിട്ട് കാണാനും ഒക്കെ പറ്റുന്ന ഒരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ, റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ മാധ്യമങ്ങളെയൊക്കെ ഇപ്പൊ നമ്മൾ വിലക്കിയിട്ടുണ്ട്, മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ കർക്കശമായിട്ട്, നമ്മളുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ യാതൊരു കാരണവശാലും യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ യുദ്ധത്തെ പറ്റി വളരെ കൂടുതലാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ നടത്തുന്ന ആക്രമണം വളരെ കൂടുതൽ വലിപ്പത്തിലാണ്, വളരെ രൂക്ഷമാണ്. പാകിസ്ഥാൻ അതിന് കാരണം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പിറകിൽ ഒരു യുദ്ധം ഇന്ത്യക്കകത്ത് നടത്തണമെന്ന് പാകിസ്ഥാന് നിർബന്ധമുള്ളതുപോലെ നമുക്ക് തോന്നുന്നു. അതിന്റെ പിറകിൽ ഇന്നലെ പറഞ്ഞതുപോലെ ചൈന പറഞ്ഞല്ലോ, പാകിസ്ഥാന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റത്തിനകത്ത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടി വന്നാൽ ഇടപെടും. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എത്ര പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഈ യുദ്ധത്തിന് പിറകിൽ ചൈന ഉണ്ടാകും. അല്ലെങ്കിൽ യുദ്ധത്തിന് പിറകിലില്ലെങ്കിൽ പോലും നാളെ കാലത്ത് ഇന്ത്യക്കെതിരെ ഒരു യുദ്ധം വന്നാൽ അതിനകത്ത് ചൈന വേണ്ട സഹായം പാകിസ്ഥാന് ചെയ്തു കൊടുക്കും. ഇത്രയും കാലത്തിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ചൈന തന്നെയാണ് സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ ഈ താരിഫിന്റെ വിഷയം, അമേരിക്കയുടെ പ്രശ്നമൊക്കെ വെച്ചിട്ട് ചൈനയെ ചുരുട്ടിക്കൂട്ടാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ കാലത്ത് അമേരിക്കയ്ക്ക് ത്രെട്ടാകുന്ന ചൈന, അല്ലെങ്കിൽ ചൈനയും കൊണ്ട് അമേരിക്കയ്ക്ക് പ്രയോജനമില്ലാതെ വരുന്നു. ഇപ്പൊ ചൈനയെ തടയാൻ ശ്രമിക്കുമ്പോൾ, താരിഫ് ഉയർത്തുമ്പോൾ അതിന്റെ പ്രയോജനം, അത് മാനുഫാക്ചറിംഗിൽ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായിട്ടിരിക്കുന്ന ചൈന ആ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ
അല്ലെങ്കിൽ അതിന്റെ ഒരു വിപണി ഏറ്റവും വലുത് അമേരിക്കയും വല്ല യൂറോപ്യൻ കൺട്രീസും ഒക്കെ ആകുമ്പോൾ നമ്മളും അതിന്റെ ഒരു നമ്മളെ ആ വിപണി അവരുടെ ആ വിപണികൾ സാധ്യമല്ലാതെ അല്ലെങ്കിൽ താരിഫ് കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിൽ നമ്മളെ ആശ്രയിക്കുന്ന സമയത്തും ഈ താരിഫ് യുദ്ധത്തിനകത്ത് അമേരിക്ക ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യക്ക് സഹായമാകുന്നുണ്ടോ? അപ്പൊ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച വലുതാകും. അത് തടയുന്നതിന് വേണ്ടി നേരത്തെ പലപ്പോഴും ബംഗ്ലാദേശിനെയും പാകിസ്ഥാനിനെയും ഒക്കെ അസ്ഥിരപ്പെടുത്തി അതിന് ശ്രമിച്ചപ്പോൾ പല പ്രകോപനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ വിദഗ്ധമായിട്ട് അതെല്ലാം അതിജീവിക്കുമ്പോൾ ഇപ്പം ഒരു യുദ്ധം ഉണ്ടാക്കിയാൽ എന്ത് പറഞ്ഞാലും യുദ്ധത്തിനകത്ത് നമുക്ക് പണച്ചിലവുണ്ടാകും, നാശനഷ്ടം അവിടെ 90% വരുമ്പോൾ ഇവിടെ ഒരു 10% വരും. പിന്നെ നമ്മുടെ ഈ കയറ്റുമതി ഇറക്കുമതിയും അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചൈന ഉദ്ദേശിക്കുന്നുണ്ട്. യുദ്ധം നടക്കട്ടെ എന്ന് ചൈന മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ഇന്നലെ പ്രസ്താവന ഇറക്കിയെന്ന് പറഞ്ഞാൽ തുടങ്ങാതിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ വീണ്ടും മോദി പറഞ്ഞിട്ടുണ്ട് തിരിച്ചടി ഉറപ്പായിട്ടും കൊടുത്തിരിക്കും. അപ്പൊ ചൈന അതിനകത്ത് സഹായം ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവും വേണ്ട. അതിനകത്ത് ഇല്ല എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിഡ്ഢികളായിട്ട് നമ്മൾക്ക് കരുതാനാകും. ഏതായാലും ഇന്ത്യ കൂടി നീങ്ങുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ എല്ലാ പഴുതുകളും അടച്ചാണ് ഇന്ത്യ ഒരുപക്ഷെ നാളെ യുദ്ധത്തിന് ഇറങ്ങുന്നത്. ഇപ്പൊ തന്നെ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ബന്ദർ അബ്ബാസ് പോർട്ടിലുണ്ടായ ഇറാനിലുണ്ടായ ഈ ഒരു സ്ഫോടനം ഇന്ത്യ നൽകിയ പണിയാണോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ ഇറാനിലേക്ക് ലഭിച്ചതാണോ, ഇസ്രയേലാണോ പണി കൊടുത്തത് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് ലോകരാജ്യങ്ങളും ഒപ്പം ഇറാനും. എന്തായാലും ഇന്ത്യ നിലപാട് കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഏത് രീതിയിലായാലും പാകിസ്ഥാന് ഒരു പണി എന്തായാലും തിരിച്ചു കൊടുത്തിരിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യയുള്ളത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.